ഹലോ, അസ്സലാമു അലൈക്കും. നാളെ ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. അതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം കേട്ടോ. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്, കാണാതിരിക്കരുത്. ഇഷ്ടമായാൽ കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. നാളെ ജൂൺ 1 സ്കൂൾ തുറക്കുകയാണ്. നീണ്ട വേനലവധിക്ക് ശേഷം നമ്മുടെ കുട്ടികൾ വീണ്ടും സ്കൂളിലേക്ക് പോകുന്ന ദിവസം. പുതിയ ക്ലാസ്, പുതിയ പുസ്തകങ്ങൾ, പുതിയ കൂട്ടുകാർ എല്ലാം കൊണ്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അവർ. പക്ഷേ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? മഴക്കാലത്താണ് സ്കൂൾ തുറക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷത്തിനൊപ്പം നമ്മൾ ചെറിയൊരു മുൻകരുതൽ കൂടി വരുത്തേ പറ്റൂ. നാളെ സ്കൂൾ തുറക്കുമ്പോൾ മാതാപിതാക്കളും കുട്ടികളും നിർബന്ധമായി ശ്രദ്ധിക്കുന്ന 4 കാര്യങ്ങൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഒന്നാമത്തെ കാര്യം ആരോഗ്യം തന്നെയാണ്. പെട്ടെന്നുള്ള മഴ പെയ്യാനും വെയിൽ വരാനും സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് ജലദോഷമോ പനിയോ വരാൻ സാധ്യത കൂടുതലാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കൊടുത്തു വിടുക. പുറത്തു നിന്നുള്ള വെള്ളവും ഭക്ഷണവും പരമാവധി ഒഴിവാക്കാൻ അവരോട് പ്രത്യേകം നിങ്ങൾ പറയണം കേട്ടോ. കുടയോ റെയിൻ കോട്ടോ ബാഗിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. നനന്ന വസ്ത്രങ്ങളുമായി കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കാൻ ഇടവരരുത്. അതെനിക്ക് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം റോഡിലെ സുരക്ഷിതത്വം. സ്കൂൾ ബസ്സുകളിലും ഓട്ടോയിലും സ്വന്തം വാഹനങ്ങളിലും ഒക്കെയാണ് കുട്ടികൾ സ്കൂൾ പോകുന്നത്. വഴിയിൽ നല്ല ട്രാഫിക് ഉണ്ടാകും. അതുകൊണ്ട് പതിവിലും അല്പം നേരത്തെ ഇറങ്ങാൻ ശ്രദ്ധിക്കുക. വെപ്പാളം പിടിച്ച് വണ്ടി ഓടിക്കുന്നത് അപകടമാണ്, ശ്രദ്ധിക്കുക. കുട്ടികളെ റോഡ് ക്രോസ് ചെയ്യാൻ കൃത്യമായി പഠിപ്പിക്കുക. മഴയുള്ളപ്പോൾ റോഡിൽ വഴുക്കലുണ്ടാകും. വണ്ടികൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടാൽ നിൽക്കില്ല എന്ന കാര്യം അവരെ ഓർമ്മപ്പെടുത്തണം. സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികളെ വിടുന്നവർ വാഹനങ്ങളിൽ പരിധിയിൽ കൂടുതൽ കുട്ടികളെ കയറ്റുന്നില്ല എന്ന് ഉറപ്പാക്കണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മെൻ്റൽ പ്രിപ്പറേഷനാണ്. 2 മാസം ഫോണും കളിയും നടന്നവരാണ്. പെട്ടെന്നുള്ള നാളെ രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ പറയുമ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു മടി തോന്നും. പ്രത്യേകിച്ച് LKG-യിലും 1-ാം ക്ലാസ്സിലും ഒക്കെ ആദ്യമായി പഠിക്കുന്ന കുരുന്നുകൾക്ക് അവരെ പേടിപ്പിക്കാൻ പാടില്ല. സ്കൂൾ എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ഥലമാണെന്നും അവിടെ പുതിയ കൂട്ടുകാരെ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് അവരിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. ആദ്യത്തെ കുറച്ച് ദിവസം അവരുടെ കൂടെ നിൽക്കാൻ ഒരു സമയം കണ്ടെത്തണം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, മനസ്സിലായോ? ആരോഗ്യം സുരക്ഷിതത്വമാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു അധ്യയന വർഷം നമ്മുടെ എല്ലാ മക്കൾക്കും വലിയ വിജയങ്ങളുടെ ആകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളായ മാതാപിതാക്കളുണ്ടല്ലോ, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എല്ലാവിധ നല്ല അധ്യയന വർഷ ആശംസകൾ നേരുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച് വളരുക, ആത്മവിശ്വാസത്തോടു കൂടി. ഓക്കെ, ബൈ.